നമസ്കാരം. ഹലോ. റെക്കോർഡൊക്കെ വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ വി കെ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിലെ ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. അതായത് NCERTയിലെ ഒരു ബുക്ക്, 8ാം ക്ലാസ്സിലെ ഒരു ബുക്ക് സുപ്രീം കോടതി ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം അതിൽ ഒരു ചാപ്റ്റർ ജുഡീഷ്യൽ കറപ്ഷനെ കുറിച്ച് ആയിരുന്നു എന്നുള്ളത്. ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. പലരും പറയുന്നത് ജുഡീഷ്യറി വളരെ ഓവർ സെൻസിറ്റീവായി എന്ന് പറയുന്നു. ഇന്നലത്തെ ഒരു 2-3 ചാനൽ ഡിസ്കഷനിൽ, അതായത് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചില ചാനൽ ഡിസ്കഷനിലെ ജഡ്ജിമാരും സീനിയർ ലോയേഴ്സും പറയുന്നത് ഇത് അവർ കാണുന്നത് സർക്കാരിൻ്റെ ഇന്നത്തെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ്. അതായത് നിങ്ങൾ കറപ്റ്റാണെന്ന് പറയുക, അങ്ങനെ നിങ്ങളെ വഴുതിക്ക് നിർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്നു, അതവിടെയാണ് പ്രശ്നം. അല്ലാതെ അവരൊക്കെ പറയുന്നുണ്ട് ജുഡീഷ്യറിയിൽ കറപ്ഷൻ ഉണ്ട് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അത് 8ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ അത്ര ഭീകരമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു സർക്കാരിൻ്റെ വക, ഭരിക്കുന്ന സർക്കാരിൻ്റെ വക ഒരു ഇൻഫ്ലുവൻസ്, ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ കുറ്റപ്രതികളാക്കി നിർത്തുന്ന, പൊതുജനത്തിന് മുമ്പിൽ പ്രതികളാക്കി നിർത്തുന്ന ഒരു സംഭവമായിട്ടാണ് ജഡ്ജിമാർ കാണുന്നത്. ചീഫ് ജസ്റ്റിസ് വളരെ വളരെ ശക്തമായ താക്കീതുകൾ എക്സിക്യൂട്ടീവിനും കൊടുത്തിട്ടുണ്ട്. അതായത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലെ ഇത് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരെ ശിക്ഷിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ NCERT ഇപ്പോൾ RSSന്റെ താത്വികമായ കൺട്രോളിലാണ്. അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമാണ് കമ്മിറ്റികൾ വെച്ച് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് സാർ ഈ സംഭവം കാണിക്കുന്നത്? ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ സുപ്രീം കോടതിയുള്ള അമിതമായിട്ടുള്ള സെൽഫ് റെസ്പെക്ട്, സ്വാഭിമാനത്തിന്റെ ഈ വിസ്ഫോടനം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇവർ ഇത്രയ്ക്ക് ക്ഷുഭിതരാവാൻ ഉള്ള കാരണം നിങ്ങളെല്ലാം താങ്കളും വായിച്ചിരിക്കും. ആ 2 പേജുകൾ ഇന്ന് പബ്ലിക് ഡൊമൈനിൽ ധാരാളം അവൈലബിൾ ആണ്. അത് ഒരു കണക്കുകൾ വെച്ച് എങ്ങനെയാണ് നീതി വൈകുന്നത്, നീതി നിഷേധമാകുന്നതിന്റെ കണക്കുകൾ ഹൈക്കോർട്ടിലും ലോവർ കോർട്ടിലും എങ്ങനെയാണ് കേസുകൾ കേൾക്കാതെ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന്, 2 അഴിമതിയുടെ പരാതികൾ എങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അത് എങ്ങനെ പരാതി കൊടുക്കാം, അതിൽ പാർലമെന്റിന് എങ്ങനെ ഇടപെടാനുള്ള വ്യവസ്ഥയുണ്ട്, ഇങ്ങനെ തുടങ്ങിയ 2 പേജാണ് ഇപ്പോ നിരോധിക്കപ്പെട്ട, പിൻവലിക്കപ്പെട്ട ഇതിലുള്ള. ഇത്ര പ്രകോപിതരാവാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് RSSന്റെ ഇപ്പോഴത്തെ ഈ ജുഡീഷ്യറിയോടുള്ള എന്തെങ്കിലും ഇഷ്ടക്കേടിന്റെ ഒരു സൂചനയാവണം. പക്ഷേ താങ്കളുടെ അഭിപ്രായത്തില് ഈ RSS BJP സർക്കാരിനെ വിഷമകരമായ അല്ലെങ്കിൽ അസ്തിത്വപരമായി അവർക്ക് എന്തെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിധിയും ഉത്തരവും ഇന്ത്യയിലെ ജുഡീഷ്യറി കഴിഞ്ഞ 10 വർഷമായി ഇറക്കിയിട്ടില്ല.